താമരശ്ശേരിയിലെ ഷെഹബാസിന്റെ മരണത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കാൻ പോലീസ്. വിഷയത്തിൽ നേരിട്ട് ഇടപെട്ട കുട്ടികൾക്ക് എതിരെയാകും കേസ്. 40-ലധികം പേരാണ് സംഘർഷത്തിൽ പങ്കെടുത്തത്. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചു. 5 വിദ്യാർത്ഥികൾക്കെതിരെ മാത്രമാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, നമുക്കറിയാം ഈ താമരശ്ശേരിയിലെ ഷെഹബാസിന്റെ മരണത്തിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് ഈ ആക്രമണത്തിൽ പങ്കെടുത്തത്. അതിൽ ചിലർക്ക് മറ്റൊരു കാര്യം കൂടി, അത് ഇൻസ്റ്റാഗ്രാമിൽ ഇന്നലെ വന്ന ആ ഗ്രൂപ്പിൽ വന്ന മെസ്സേജുകൾ എടുത്തു നോക്കിയാൽ അത് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ കൂട്ടം ചേർന്ന് ആക്രമിച്ചാൽ നമുക്ക് വലിയ കേസ് ഉണ്ടാകില്ല, ആണുങ്ങളായിട്ടുള്ളവർ വന്നോളിൻ എന്നൊക്കെയുള്ളൊരു ആഹ്വാനമാണ്. എന്തായാലും കൃത്യമായ ശാസ്ത്രീയ തെളിവുകളുണ്ട്, ഡിജിറ്റൽ തെളിവുകളുണ്ട് പോലീസിൻ്റെ കയ്യിൽ. അത് ഏകദേശം കുറച്ച് വിദ്യാർത്ഥികളാണ്, അതവർ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കെതിരെയും തന്നെ കേസെടുക്കാനുള്ള ഒരു നീക്കം പോലീസ് നടത്തുന്നുണ്ട്. ദിസ്ന, അങ്ങനെയാണെങ്കിൽ ഈ കണ്ടാൽ അറിയാവുന്നവർ, ഈ ആക്രമണത്തിൽ പങ്കാളികളായവർ, ഇവരുടെയൊക്കെ ഡീറ്റെയിൽസ് ശേഖരിക്കേണ്ടതുണ്ട്. ഇതെങ്ങനെയാണ് പോലീസ് ഇപ്പോൾ നിലവിൽ ശേഖരിക്കുന്നത്? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ഇതിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അവർക്കെതിരെ കേസെടുക്കുമെന്നൊരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പ്രധാനമായും 40-ലധികം വിദ്യാർത്ഥികളാണ് ഈ സംഘർഷത്തിൽ ഉൾപ്പെട്ടത്. ഇവരെയൊക്കെ കൂട്ടിച്ചേർത്ത് കേസെടുക്കുവാനുള്ള തീരുമാനത്തിലേക്കാണ് പോലീസ് എത്തിയിട്ടുള്ളത്. പ്രധാനമായും നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ആ ട്യൂഷൻ സെന്ററുമായി ബന്ധപ്പെട്ട് അനുബന്ധ കടകളിലൊക്കെയുള്ള ആളുകളുടെ മൊഴിയെടുക്കും എന്നൊരു വിവരം തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ 5 വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഷഹബാസിനെ കൊണ്ടിറക്കിയ ആ വിദ്യാർത്ഥിയുടെ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. പ്രധാനമായും നമുക്കറിയാൻ സാധിച്ചത് ഏറെ ദാരുണമായൊരു മരണം തന്നെയാണ് ഷഹബാസിന് ഉണ്ടായിരിക്കുന്നത്. വീട്ടിലെ മൂത്ത പുത്രനായിരുന്നു. ഷഹബാസിന് ഇളയ സഹോദരങ്ങളാണുള്ളത്. ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി ശക്തമായ ഇടപെടൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് ബാലാവകാശ കമ്മീഷൻ അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. ഷഹബാസിനെ നേരത്തെ പരിചയമുണ്ട്. ഇത്തരത്തിലൊരു മരണം വലിയൊരു വേദനയല്ലേ ഉണ്ടാക്കി? എന്താണ് നിങ്ങൾ കേട്ടതൊക്കെ ഇത്തരത്തിലുള്ളൊരു നടപടി വേണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അത് ശക്തമായൊരു ഇത് കൊടുക്കണോ എന്നാ അവർ പറയുമ്പോൾ തന്നെ അത് കൊടുക്കണോ, അതിനോട് അനുകൂലം. അതായത് രക്ഷിതാക്കള് വിദ്യാർത്ഥികളെ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് വിദ്യാലയങ്ങളിലേക്ക് വിടുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാവും. അതാ ഭയങ്കര തന്നെയാണ് സംഭവം. ഒരു പല പ്രതീക്ഷയായിട്ടാണല്ലോ ഇത്ര വിട്ടുന്നത്. അപ്പം തല തിരിഞ്ഞ രീതിയിൽ പിള്ളേർ അല്ലേ ആർ തന്നെ കമ്പനിക്കാരുണ്ടാകുമല്ലോ. നമ്മൾ സ്കൂളിലോട്ട് വിട്ട് കഴിയുമ്പോൾ ഒരു വേറെ തല്ലിപ്പൊളി പ്രവർത്തനമായിട്ട് നടന്നാൽ അതുകൊണ്ടാവും. ശക്തമായ ഒരു അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. തീർച്ചയായിട്ടും. തീർച്ചയായും ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായൊരു അന്വേഷണം വേണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഇനി ഒരു വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാവരുതെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 40-ലധികം വിദ്യാർത്ഥികൾ ഈ സംഘർഷത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 5 പേരെ മാത്രമല്ല, കൂടുതൽ വിദ്യാർത്ഥികളെ പ്രതി ചേർത്ത് കേസെടുക്കും എന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കുന്നു. ട്യൂഷൻ സെന്ററിന്റെ അടുത്തുള്ള പ്രധാനപ്പെട്ട കടകളിലെ ആളുകളുടെ ഒക്കെ മൊഴിയെടുക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. രോഹിണി. ദിസ്ന, അതുമാത്രമല്ല, ഇപ്പോൾ ഈ ഷെഹബാസിന്റെ മരണത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറാകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഏറെ നിർണായകം തന്നെയാണ്. കാരണം ഒരു വലിയ കൂട്ടം വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. ഇതിൽ ബോധപൂർവം പങ്കാളികളായവരുണ്ട്. ഇത് കണ്ട് പകച്ച് അവിടെ നിന്നും ഓടി മാറിയവരുമുണ്ട്. അപ്പോൾ കൃത്യമായ ഒരു നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം പോലീസിന് ഇവരിൽ ആരൊക്കെയാണ് ആക്രമണകാരികൾ, ആരൊക്കെയാണ് ബോധപൂർവം പങ്കെടുത്തത് എന്നുള്ളതിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതൊരു വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യം കൂടിയാകുന്നില്ലേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം? കാരണം ചെറിയ ഒരു ഭാഗത്ത് മാത്രമാണ് ഈ CCTV ദൃശ്യങ്ങൾ ഉള്ളത്. ബാക്കിയെല്ലാം പോലീസിന് കൃത്യമായ നിരീക്ഷണത്തിലൂടെ, ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ ഈ ആക്രമണ സ്വഭാവമുള്ള കുട്ടികളെ ഇതിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഒരല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണോ പോലീസിനെ സംബന്ധിച്ചിടത്തോളം?
തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും ഈ വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ തന്നെയും തെളിവുകളായി പോലീസിന്റെ പക്കലുണ്ട് എന്നതാണ് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായത്. അതായത് ഈ ആക്രമിച്ച വിദ്യാർത്ഥികളുടെ തന്നെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായും കൊല്ലണമെന്ന് കരുതിയാണ് ഇത്തരത്തിലുള്ള ഒരു കൃത്യം ചെയ്തത് എന്നടക്കം ആ വോയിസ് സന്ദേശത്തിൽ ഉൾപ്പെടെ പറയുന്നുണ്ട് എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കേസിന് നിർണായകമായ ഡിജിറ്റൽ തെളിവുകൾ തന്നെയാണ്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംഭവം, ആ സംഭവത്തിൽ വലിയ രീതിയിൽ പിന്നീട് അത് വാഗ്വാദങ്ങളിലേക്ക് വരുന്നു. അത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു. അതൊരു പ്രതികാരമായി അല്ലെങ്കിൽ പകയായി മാറുന്നു എന്നതാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് തന്നെ 40-ലധികം വിദ്യാർത്ഥികൾ ആ സംഘർഷത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. കുറച്ച് അധികം വിദ്യാർത്ഥികൾ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു എന്നൊരു സൂചനയും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പം അത്തരത്തിലാണെങ്കിൽ ഈ വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെയുള്ള മൊഴികൾ എടുക്കേണ്ടി വരും. മുൻകാലഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യം ഷഹബാസിനോട് ഈ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്നോ എന്നതും പരിശോധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള വൈരാഗ്യത്തിന്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലൊരു മർദ്ദനം ഉണ്ടായതെന്നും പരിശോധിക്കേണ്ടതുണ്ട്. അതുപ്രകാരം പോലീസിന്റെ തീരുമാനം അനുസരിച്ച് ആ വിദ്യാലയത്തിലെ അല്ലെങ്കിൽ ആ ട്യൂഷൻ സെന്ററിലെ 40-ലധികം വിദ്യാർത്ഥികൾ സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആ വിദ്യാർത്ഥികളെ ഒക്കെ തന്നെയും ചോദ്യം ചെയ്യണം എന്നൊരു കാര്യം തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ കടകളിലെ, അതായത് ഈ ട്യൂഷൻ സെന്ററിനോട് ചേർന്ന് കടകളിലെ ഈ മർദ്ദനത്തിന് സാക്ഷ്യം വഹിച്ച ആളുകളുടെ ഒക്കെ തന്നെയും മൊഴി രേഖപ്പെടുത്തുവാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് പോലീസ് കടന്നിരിക്കുന്നത്. എന്തായാലും ഇന്നലെ ബാലാവകാശ കമ്മീഷൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ശക്തമായ ഒരു നടപടി തന്നെ ഉണ്ടാവും എന്ന് തന്നെയാണ് ബാലാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ നമുക്കറിയാം, കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെടെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ഫെയർവെൽ പാർട്ടിക്കുൾപ്പെടെ ലഹരി വിതരണം ചെയ്യുന്ന ഒരു സംഭവമൊക്കെ തന്നെയും നമ്മൾ കണ്ടിരുന്നു. അതിനെതിരെയൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് സാധാരണക്കാരായ ആളുകളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ സമാനമായ സംഭവങ്ങളിലൊക്കെ തന്നെയും ശക്തമായ നടപടി ഉണ്ടാകും. ഇതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കും. ഈ അന്വേഷണ സംഘം ശാശ്വതമായ അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അത്തരത്തിൽ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഇത്തരത്തിൽ ആക്രമണങ്ങളെ എതിർക്കാൻ അല്ലെങ്കിൽ ആഘോഷങ്ങളെ നിയന്ത്രിക്കുവാൻ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുമെന്ന് തന്നെയാണ് ബാലാവകാശ കമ്മീഷനും വ്യക്തമാക്കിയിട്ടുള്ളത്. രോഹിണി, ഈ വിഷയത്തിൽ ശരി ദിസ്ന, എന്തായാലും താമരശ്ശേരിയിലെ ഷഹബാസിന്റെ മരണത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറാകുകയാണ്. ഇതിൽ ഇടപെട്ട കുട്ടികൾക്കെതിരെയാകും, അതായത് നേരിട്ട് ഇടപെട്ട കുട്ടികൾക്കെതിരെയാകും പോലീസ് കേസെടുക്കുക. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.